ശരി, എന്താ അഭിപ്രായം? ആരോപണ വിധേയർ മാറി നിൽക്കണം, അതോ അവർ മത്സരിച്ചോട്ടെ എന്നാണ്? ആരോപണം, അതായത് ആരോപിക്കപ്പെട്ട് കഴിഞ്ഞു. എങ്ങനെ പോയാലും ജനങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതെ, ജനാധിപത്യ രാജ്യമാണല്ലോ, തീർച്ചയായിട്ടും. അപ്പം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായി. ഈ സ്ത്രീകളെ വെറും ഉൽപ്പന്നമായി മാത്രം കാണുന്ന ഇത്തരം ആളുകൾ ഒരു തരത്തിലും ഇനി ഭരണത്തിൽ തുടരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അവർ നിരപരാധികളാണ് എന്നാണ് തെളിയുന്നതെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പേര് പറഞ്ഞതിന് ശേഷം ഇനി അയാൾ നിരപരാധിയായിട്ട് തുടരുന്നു എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒരാളുടെ കേസ് മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നതുപോലെ ഇതിനു മുമ്പ് ഒരു കേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അയാൾ ഇനി നിരപരാധിയായിട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരാളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിലുപരി ഇപ്പോൾ നമുക്ക് പറയാം, ഭരണപക്ഷത്തുള്ള എത്രയോ ആൾക്കാർ ഇപ്പോൾ ജയിലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇതിൽ വരുന്നതല്ലേ. അതന്നെയാ, ഇപ്പോൾ ഇലക്ഷൻ അടുക്കണ സമയത്താണല്ലോ ഓരോ കേസുകളായിട്ട് വരുന്നത്. അപ്പോൾ ഈ പണ്ട് ചെയ്തത് ഇപ്പോൾ കൊണ്ടുവരുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ തെളിഞ്ഞിട്ടാണ് അവർ നിൽക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഇറങ്ങണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുവരെ അവർക്ക് തുടരാം.